കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ 31 വിമാന സർവീസുകൾ നടത്തി. പിന്നെ വിമാനത്താവളത്തിൽ പിന്നെ 31 സർവീസ് അല്ലാതെ എനിക്കിഷ്ടമായി, നമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും. ചോദിച്ചോക്കാം. തിലക്, കൂൾ 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 കൂൾ, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. യെസ് മമ്മ. മമ്മയുടെ പണിക്കര് പറഞ്ഞ കുട്ടീനെ കിട്ടിയല്ലോ. ആണോ? ഏതാ കുട്ടി? നമ്മുടെ ഫാമിലിക്ക് പറ്റിയ കുട്ടിയാ. അത് പിന്നെ മോന് കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ആയിട്ടില്ല. മമ്മ, എന്റെ പ്രായത്തിലുള്ള ആമ്പിള്ളേർക്കൊക്കെ 2 പിള്ളേരായി. മോനെ, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. നോ മമ്മ, എനിക്ക് ആ കുട്ടീനെ വേണോ? മോൻ കല്യാണം കഴിക്കാറായിട്ടില്ല മോനെ. വലുതാവുമ്പോ വേറെ കുട്ടിയെ കെട്ടാം. പറ്റൂല, ഈ കണ്ണട. എന്താ മമ്മയ്ക്ക് ആ കുട്ടീനെ ഇഷ്ടാവും? ഞാൻ ഫോട്ടോ അയച്ചുതരാം. ആ കുട്ടി കാണാതെ ഞാൻ ആ ഫോട്ടോ അയച്ചുതരാം. നോ നോ, അത് വേണ്ട മോനെ. മമ്മ, എനിക്ക് വേണം, എനിക്ക് ഐ വാണ്ട് ദാറ്റ്, ഐ വാണ്ട് ദാറ്റ്. ഇല്ല മോനെ, അത് നടക്കില്ല. അമേരിക്കയെ കൊണ്ടുപോകാനാണല്ലേ? നടന്നു തന്നെ. മമ്മ, എനിക്ക് വേണം, ഐ വാണ്ട്, ഐ വാണ്ട്, ഐ വാണ്ട്, പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ നാളെ തന്നെ അവിടുത്തെ തിരിച്ച് കേറി വന്നോണം. നോ മമ്മ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. മോനെ, അമ്മയാ പറയുന്നേ. ആ ഓക്കെ. വേഗം വായോ. എന്റെ നിക്കി, നിന്നെ കൊണ്ട് ഞാൻ പോവുള്ളൂ. തിലകേട്ടാ, തിലകേട്ടാ, നിക്കി, സ്വപ്നാണോ? അല്ലല്ല, സ്വപ്നല്ല. അതെ, തിലകേട്ടൻ നേരത്തെ പറഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഞാനെന്ത് പറഞ്ഞു? അല്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാന്ന്. ആ, ഉറപ്പായിട്ടും, ഷുവർ, പ്രോമിസ്. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. ശരിക്കും? നാളെ തന്നെ പാസ്പോർട്ട് എടുത്ത് നിന്നെ കൊണ്ടുപോയിരിക്കും, ഉറപ്പായിട്ടും. ആണോ? തിലകേട്ടാ, തിലകേട്ടാ, തിലകേട്ടാ. എന്താടാ കുട്ട? എന്താടാ കുട്ട? അയ്യെന്ന് അല്ല, അപ്പൊ നിക്ക് ഇഷ്ടം? നിക്കിയുടെ ഇഷ്ടമോ? ആരും ഇഷ്ടം? എന്താ ഉദ്ദേശം ഇവിടെ? അങ്ങനൊന്നുമില്ല, കുറച്ച് ദിവസം കൂടണം നിങ്ങളുടെ കൂടെ. ഹാപ്പി? ഞങ്ങളുടെ കൂടെ? ഞാൻ ഫോണിൽ പറയുന്ന കേട്ടു. നിക്കിയെ കേട്ടണോ അല്ലേ? കൊള്ളാം. മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അയ്യോ, എന്റെ അമേരിക്കയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തുവാ പണി അവിടെ? കള്ളം പറയല്ലോ എന്റെ അടുത്ത്. സത്യം, അമേരിക്കയിൽ തന്നെയാണ്. അളിയാ, എന്റെ കസിനെ നീ വാച്ചുണ്ട്. നിന്റെ അനിയത്തിനെ ഞാൻ കെട്ടി. അന്തർധാര അളിയന്മാര് ബിസിനസ് തുടങ്ങാം. നീ വേറൊന്നും പോണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ സ്വന്തം രീതിയിൽ അവിടെ ജീവിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ തന്നെ കഷ്ടപ്പെടും. ഇല്ല, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നിന്റെ അനിയത്തിനൊന്ന് കെട്ടിച്ചാൽ മതി. അത്രയും മതിയായിരുന്നോ? മതി. മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അയ്യോ അളിയ, അങ്ങനെ പറയില്ലേ. പോയെ ഒരു രക്ഷയില്ല മോനെ, നടക്കത്തില്ല ഇവിടെ. അത് നീ നിന്നെ സമ്മതിച്ചാ. നിന്റെ കയ്യിലിപ്പ്, നിന്റെ സംസാരം ഉണ്ടല്ലോ, ലോക ജാടൈ അവന്റെ അമേരിക്ക. പോയെ. ഞാൻ പാവാ. ഇന്ന് രാത്രി ചോറിനിട്ട് ഇവിടുന്ന് മര്യാദക്ക് നാളെ രാവിലെ ഇവിടുന്ന് വിട്ടോണം. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മതി. മതി, ഇറങ്ങിയാ മതി. എന്തായാലും ഇവിടുന്ന് പോയി തരാവോ? പോയി തരാം. മറ്റന്നാ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട്, ലഞ്ചും ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയാൽ മതി. അളിയന്റെ സന്തോഷം. പോയെ ഓരോന്ന് കയറി വന്നോളൂ. ഇന്നലെ വേറെണ്ണം വരുന്നോട്, അതിനെ വേണമെങ്കിൽ നീ കെട്ടിക്കോ. അത് ഞാൻ പിന്നെ പരിചയപ്പെടുത്തരാം. ഞാൻ തന്നെയോടൊന്ന് സംസാരിക്കട്ടെ. ഇവിടെ ഇവിടുന്ന് എങ്ങനെയായാലും അടിച്ചിറക്കി ദൂരക്കളണം. അയ്യോ അളിയ, ഓരോത്തമാര് വന്നോളൂ. തന്നോട് ഞാൻ നേരത്തെ ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നു. ഹലോ. ഒരു കാര്യം പറയട്ടെ. നിക്കി. എടേ, അതെ, ഈ വന്നവനുണ്ടല്ലോ, അവനെന്തോ നിക്കിക്ക് കല്യാണാലോചനയായിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ഞാൻ കേട്ട് അവൻ ഇവിടെ നിന്നിട്ട് ഫോൺ വിളിക്കും അവന്റെ വീട്ടിലോട്ട്. അമേരിക്കക്ക് ഫോൺ വിളിച്ചിട്ട് പറയാൻ നിക്കിയെ അവന് കെട്ടണമെന്ന് പോലും. ഇങ്ങനെ ആയോണ്ടല്ലോ അവന് ഒരു ദിവസം തന്നെ ധാരാളം. വന്ന ആദ്യ ദിവസം തന്നെ അവൾക്ക് ആലോചന, അവളെ പ്രപ്പോസ് ചെയ്യാനും പോകും അവൻ. ഇനി 3-ാമത്തെ ദിവസം ആകുമ്പോൾ അവക്കുള്ള ഇവിടുന്ന് ശ്രീധനം കൊണ്ട് ഈ വീടും കൊണ്ട് പോകും. നീ വരുമ്പോ ഞാൻ ഇവിടെ റോഡിൽ കാണും കേട്ടോ. നീ മര്യാദക്ക് അവനെ വിളിച്ചിട്ട് പറയും ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ. അല്ലെങ്കിൽ ഞാൻ വല്ല അവനെ വിളിച്ചാൻ പറയും. എന്നിട്ട് അവനെ എനിക്ക് അമേരിക്ക ജോലി തരാമെന്ന് അവന്റെ കമ്പനിയിൽ. അവൻ ഏത് കമ്പനി ഇരിക്കുന്നത്? ബിൽഗേറ്റ്സിന്റെ കമ്പനി അവൻ മേടിച്ച പൈസക്ക്. ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ വല്ലതും കേൾക്കണമായിരുന്നു. അവനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടാല്. അവൻ എന്നെ ശരിക്കും അറിയത്തില്ല കേട്ടോ. കാര്യം നിന്റെ കസിനും കാര്യങ്ങളൊക്കെ തന്നെ. ഇവന്റെ വർത്തമാനം ഉണ്ടല്ലോ, അവന്റെ ഒരു ഒലിപ്പും ഒരു എന്തുവാ പറയുന്നത് പറഞ്ഞാൽ വല്ലോ കൂടി
ആ എടാ വന്ന ആദ്യ ദിവസം തന്നെ ഈ പരിപാടിയാണ് അവന്റെ ഇരിക്കുന്നേ. ആ നിക്ക അവൻ അറിയത്തില്ല, നിക്ക് നല്ലത് കൊടുക്കുകയും ചെയ്യും അവൻ. ആ ഡേയ് നീ അവനെ കണ്ടായിരുന്നോ? ആരെ? ആ വന്നവനെ, തിലകനെ. ഞാൻ കണ്ടായിരുന്നു, എന്റെ അടുത്തൊന്ന് സംസാരിച്ചായിരുന്നു. എന്തു പറഞ്ഞു? അല്ല, ആളിങ്ങനെ നോർമലി സംസാരിക്കുന്ന പോലെ, പിന്നെ കൊറേ ഒക്കെ ആളെ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു. ആരെ? നിന്നെയാ? അയാളെ. അവൻ ഒരു പന്നി വരാം. പിന്നെ അതിനൊരു ഉദ്ദേശമുണ്ട്, പറഞ്ഞായിരുന്നല്ലോ, സൂചിപ്പിച്ചോ? ആ എന്തോ ചെറിയൊരു ഇത് ഇളക്കം ഉണ്ട്, മനസ്സിലായി. പറ. അവന് നിന്നെ കെട്ടണമെന്നും നീ ഇവിടെ എനിക്കൊരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ നേരെ പ്ലേറ്റ് മറിച്ച്. ആദ്യമേ ഇവനിത് കൊച്ചു വീടാ, മറ്റേ നമ്മള് സാധുക്കളാ. ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ റബ്ബർ തോട്ടമുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവന് എനിക്ക് ജോലി മേടിച്ചു തരുന്നു അവിടെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ നേരെ അവന്റെ ചില്ലും കൂടെ അങ്ങ് പൊക്കിയിട്ട് നിന്നെ കാണണമെന്നും പറഞ്ഞ് പരിചയപ്പെടണമെന്നും പറഞ്ഞ് നടക്കുക. പിന്നെ എന്നിട്ട് നിനക്ക് ഇപ്പൊ അവനെ കണ്ടിട്ട് എന്തോ തോന്നുന്നു? അല്ല, ഒന്നാലോചിച്ചാ കൊഴപ്പില്ല. ആര്? അല്ല, ചെക്കൻ കൊഴപ്പില്ല. പിന്നെ എന്നെ അമേരിക്ക കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഇവിടെ അമേരിക്ക ഉള്ളവരെ ട്രംപ് ഓടിച്ച് ഇങ്ങോട്ട് വിടുക, പിന്നെ നീ അങ്ങോട്ട് പോകാൻ പോകുന്നു. നിനക്കെന്താ വട്ടാന്നോ? അതും ആ പൊട്ടനെ. നീ ഇത്രയൊക്കെ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചില്ല. മിനിമം എന്റെ അനിയത്തിയോടുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ നീ കാണിക്കണമായിരുന്നു. എന്റെ പൊന്നേട്ടാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ചാണ്ട് തോന്നുന്നു. അത് പറ. പിന്നെ എന്റെ റേഞ്ച് ഇതൊന്നുമല്ല. അവനൊക്കെ എന്തോന്ന് അതിനോടൊന്നും ദൈവത്തെ ഓർത്ത് നീ വേറെ ആരെങ്കിലും നീ വിളിച്ചോണ്ടൊന്നു. ഇവന്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ അതേ ഫാമിലി. ചേട്ടൻ എന്താ? ചേട്ടൻ ആ വീട്ടിലത്തെ പെണ്ണിനല്ലേ കൊണ്ടുവന്നേ? അത് അങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരാളെ എവിടുന്ന് വിളിച്ചോണ്ട് അവന്റെ പെങ്ങളെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെല്ലാം പിന്നെ ഒരു ബെൽറ്റായിട്ട് പിന്നെ അത് അടിയാവും. അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോവാത്ത ശരിക്കും നല്ലത്. പിന്നെ എല്ലാരും ഇവിടെ ആയിരിക്കും, പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും അവിടെ ആയിരിക്കും. അത് ശരിയാവത്തില്ലത്. അവൻ പലതും പറയും, അമേരിക്കയെ കൊണ്ടുപോവാ, ഇറ്റലിയിൽ കൊണ്ടുപോവാ, മറ്റേ അവന് വലിയ ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കമ്പനി ഉണ്ടെന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. എന്നോടും പറഞ്ഞായിരുന്നു. ഒക്കെ കൊറേ തള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്തും വരുന്നപ്പോഴേ അവന് എന്തുവാ ഫോണിൽ അവന്റെ അമ്മയോട് കുഞ്ചിക്ക് വരുന്നത്, മമ്മി ഈ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നെയോ? കണ്ടിട്ട് ഉപദ്രവാ. ഇന്ന് പോകാനിരുന്നവൻ ഇനി ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ കാണുമെന്ന് പറഞ്ഞേക്കുന്നത്. അവള് വരുന്നിടം വരെ അവളെ കണ്ടിട്ടൊക്കെ പോന്നുള്ളൂന്നൊക്കെ പറയുന്ന കേട്ട്. എന്തായാലും ഞാൻ അവനെ കണ്ടിട്ട് വരാം. എന്തോത്തിന്? അല്ല, വെറുതെ. എന്തിനാ നീ പോയി കാണുന്നേ? പോനെ എന്തായാലും കണ്ടിട്ട് വരാം. അവൻ ഒരു പൊട്ടൻ ചെറുക്കനാടാ ഇത്. നീ എന്ത്? ഞാൻ കെട്ടാൻ പോകുന്നില്ലല്ലോ, ഞാൻ കാണാൻ പോകുന്നില്ലേ. കാണാൻ എന്ത്? അവൻ ആര്? ഇവൻ കാണാൻ? നീ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി. ഇതാ ഈ പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ. ശരി. പിന്നെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ കൊള്ളാം, നല്ല വീടാ. അമ്മയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ ഇഷ്ടായി. ആന്റി അടിപൊളിയാ. എന്നെയോ? പിന്നെ പറയാനില്ലല്ലോ. ഇഷ്ടായി. ആരോട് വെച്ചിട്ട്? ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ ഇഷ്ടമെന്നുള്ള കാര്യം. ഇല്ല, ഇങ്ങനെ നമ്മൾ അടുക്കുമ്പോഴല്ലേ ഇഷ്ടാവുക. ആരെടുക്കണ്? എനിക്ക് ചേട്ടൻ ഇഷ്ടമല്ല. ചേട്ടൻ എന്തിനാ എല്ലാവരും പറഞ്ഞടക്കണ ചേട്ടൻ ഇഷ്ടമെന്നുള്ള കാര്യം? ഇതേ നോക്ക്, ചേട്ടത്തിയമ്മയുടെ കസിനാന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം മര്യാദയ്ക്കുന്നത്. എൻ്റെ അടുത്ത് ഈ വക വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചേട്ടൻ പോവാൻ നോക്ക്. ഇത് വെറുതെ എനിക്ക് കൂടി ബാഡാവും. പക്ക പ്രൊപ്പോസൽ പോലെ ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യാം. എന്തിന്? ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമെന്നുള്ള കാര്യം. തൻ്റെ അടുത്ത് ചോദിച്ചു. ഇത്രയും പേരെടുത്ത് പറയുന്ന വേണ്ടി തൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് തന്നെ ഇഷ്ടമെന്നുള്ള കാര്യം. ഇല്ലല്ലോ. പിന്നെ താൻ പ്രൊപ്പോസലും കൊണ്ടുവരാൻ പോകുന്നേ? അല്ല, എനിക്കിഷ്ടമല്ല. താൻ പോവാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ ശരിയാവത്തില്ല. ഇപ്പൊ തന്നെ പോണോ? പിന്നെ പോണ്ടേ? പോവാം. എന്നാ പോവാൻ നോക്ക്. അല്ല, തനിക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. താൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. പോടോ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി മറന്ന അമ്മേ. ഹലോ, എവിടെ പോകുന്നത്? ഞാന് കുറച്ച് കാര്യങ്ങളുണ്ട്, പോണം. അമേരിക്കയിലോ? അല്ല, ആദ്യം വീട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത മാസം അമേരിക്ക. എന്ത് പെട്ടെന്ന് 3-4 ദിവസം കാണുമെന്നാണല്ലോ പറഞ്ഞ്? ഇല്ല, കുറച്ച് അത്യാവശ്യമായി വന്നു. ഈ സാഹചര്യങ്ങളാലോ മനുഷ്യനെ ഇങ്ങനെ മാറ്റുന്നത്. പൊക്കാവോ, കണ്ണ് കാണുന്നില്ല നീ? എന്ത് കരയുന്നോ? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. കരട് പോയതാ ബാഗ് എടുത്തപ്പോ. നിക്ക് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലേ? എനിക്കൊന്നും പറഞ്ഞൊന്നുമില്ല. ആക്ച്വലി എനിക്ക് കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ നിന്നപ്പോ നിങ്ങളൊരാളാവാൻ തോന്നി. ആളായാന്? അതെ, അമേരിക്കയിലെ ജോലി കാണൂ. ചിലപ്പോ ആവശ്യം വന്നാൽ ഒരു ജോലിക്ക് ഞാനൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. മെയിൽ അയച്ചാൽ മതി. ജോലി ഉണ്ടാവോന്ന് അറിയില്ല, നോക്കട്ടെ. പിന്നെ നിക്കീനെ നന്നായി നോക്കണം. നല്ലപോലെ നോക്കുന്നുണ്ട്. പറ്റെങ്കിൽ അവളോട് എന്നെ പറ്റി ഇങ്ങനെ പറയണം. പുകഴ്ത്തി പറയണം. ഞാൻ കാത്തിരിക്കാം. എവിടെ?
എവിടെയെങ്കിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ആ വരാട്ടോ, ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തിക്കൊണ്ട്. ആ ഓക്കെ ബൈ. ഇങ്ങനെ ഒരു ജന്മങ്ങൾ